തൃശൂർ പൂരത്തിൽ ഏർപ്പെടുത്തിയ ആന എഴുന്നള്ളത്ത് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തും. സർക്കാർ ഹൈക്കോടതിയെ ഇക്കാര്യം അറിയിച്ചു. ആനകളും മേളക്കാരും തമ്മിലുള്ള ദൂരം 50 മീറ്റർ വേണമെന്നത് ഇളവ് ചെയ്യും. ഓരോ ക്ഷേത്രങ്ങൾക്കനുസരിച്ച് ഇതിൽ കുറവ് വരുത്തണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സാലി, ഇത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കായിരുന്നു ഈ നിക്ഷിപ്ത താല്പര്യക്കാരുടെ ശ്രമം. പക്ഷേ കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. 50 മീറ്റർ ദൂരം എന്നുള്ളത് അത് ക്ഷേത്രങ്ങൾക്ക് അതിനനുസരിച്ച് തീരുമാനിക്കാം. ആനകൾക്ക് പ്രശ്നമുണ്ടാകാത്ത തരത്തിൽ ആളുകളെ നിയന്ത്രിക്കണമെന്നതാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സർക്കാർ അറിയിച്ചത്? സജു, അതായത് ആനകളുടെയും ജനങ്ങളുടെയും മേളക്കാരുടെയും ഒക്കെ സുരക്ഷ പരിഗണിച്ചുകൊണ്ടാണ് വനം വകുപ്പ് അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അതുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ സുജി സൂചിപ്പിച്ചതുപോലെ നിക്ഷിപ്ത താല്പര്യക്കാരായ ചില ആളുകൾ ഇതിൽ പ്രശ്നങ്ങളുണ്ടാക്കുകയും അത് മറ്റൊരു തരത്തിൽ മുതലെടുപ്പിന് ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ മന്ത്രിമാർ ഇടപെട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇടപെട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയും സർക്കാർ അത് പരിഗണിക്കുകയും ആ കാര്യത്തിൽ ഒരു ഇളവ് നൽകാം എന്ന കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അത് ഹൈക്കോടതിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രധാനപ്പെട്ട തർക്കമുയർന്ന വിഷയം ഈ ആനയ്ക്കും മേളക്കാർക്കും ഒക്കെ ഇടയിൽ 50 മീറ്റർ, അത് കാഴ്ചക്കാർക്കും മേളക്കാരും ആനയ്ക്ക് 50 മീറ്റർ അകലെ നിലയുറപ്പിക്കാനാവും, അവർക്ക് അവിടെ ഇടം നൽകൂ എന്നുള്ളതായിരുന്നു വനം വകുപ്പിൻ്റെ തീരുമാനം. അങ്ങനെ നിർത്താവൂ എന്നുള്ളതായിരുന്നു. പൂരത്തിനിടയിൽ അത് അസാധ്യമായൊരു കാര്യമാണ് എന്നത് സംബന്ധിച്ചൊക്കെ വിമർശനമുയർന്നു. ഏതായാലും അക്കാര്യത്തിൽ സർക്കാർ ഇടപെടുകയും വനം വകുപ്പ് ആ ഉത്തരവ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യം സർക്കാർ ഹൈക്കോടതി അല്പം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഹൈക്കോടതി വെക്കേഷനാണ്. പക്ഷേ എങ്കിലും ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് പി ഗോപിനാഥും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ആ കേസ് കേൾക്കാൻ പോവുകയാണ്. അല്പം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വനം വകുപ്പിൻ്റെ പുതിയ റിപ്പോർട്ട് കോടതി പരിശോധിക്കും. അതിനുശേഷം കോടതിയിൽ ഒരു നിലപാട് പറയും. പക്ഷേ കോടതിക്ക് ഇക്കാര്യത്തിൽ ഈ ആനകളുടെ കാര്യത്തിലും ആളുകളുടെ കാര്യത്തിലും ഒക്കെ കോടതിക്കും ചില കൺസേൺ ഉണ്ട്. അത് കോടതി മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. ഏത് ആനകളാണ് ഇവിടെ തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയെ മുൻകൂട്ടി അറിയിച്ച് അനുമതി വാങ്ങണം എന്നൊക്കെ ഇതേ ബെഞ്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ ഈ കോടതിക്കും ഇക്കാര്യത്തിലുള്ള ഒരു കൺസേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ ഇളവ് വരുത്തിയതിനെ കോടതി എങ്ങനെ കാണും? കോടതിക്കുമുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ ആനകളെ എഴുന്നള്ളിപ്പിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന, പ്രത്യേകിച്ചും കാണികൾക്ക് മേളക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് വനംവകുപ്പ് ഇക്കാര്യത്തിൽ നിലപാടെടുത്ത്. പക്ഷേ അതിനെ മറ്റ് ലക്ഷ്യങ്ങളോടുകൂടി വിവാദമാക്കിയത് വലിയ പ്രശ്നങ്ങളായി ഉയർന്നു വരികയും ചെയ്തു. ഇപ്പോൾ അതിനും കൂടി വിരാമം ഇട്ടിരിക്കുകയാണ് സർക്കാർ ഈ ഹൈക്കോടതിയിൽ നൽകിയ ഈ ഒരു നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ. തീർച്ചയായും അതിന് കോടതി അംഗീകരിക്കുക എന്നൊരു പ്രോസസ്സ് കൂടിയുണ്ട്. കാരണം ഇക്കാര്യത്തിൽ കോടതിയുടെ തീർപ്പ് അന്തിമമായിരിക്കും. സർക്കാർ ഇങ്ങനെ ഒരു ഇളവ്, ഈ 50 മീറ്റർ എന്നതിൽ ഒരു ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അത് ഓരോ ക്ഷേത്രത്തിനും ആ ക്ഷേത്രങ്ങളുടെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാം എന്നതാണ് തിരുത്തിയിരിക്കുന്നത്. അക്കാര്യം കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ആ ഇളവ് നൽകാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞാൽ ആ പ്രതിസന്ധി നിലനിൽക്കും. സർക്കാർ ഇക്കാര്യത്തിലൊരു എടുത്തൊരു എഫർട്ടുണ്ട്. പൂരപ്രേമികളെയും ആനപ്രേമികളെയൊക്കെ അവരുടെ ഒരു എതിർപ്പ് ഒഴിവാക്കുക, നല്ല നിലയിൽ തന്നെ പൂരം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ കോടതി അത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കേസാണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റിങ്ങിൽ തീരുമാനമാകും എന്ന് തന്നെ കരുതാം. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.